സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാന്റ് ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക, ഔഷധ ഗുണമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. ഈ ബയോ നേച്ചറൽസ് എന്നാണ് അതിന്റെ ബ്രാൻഡ്. ഇന്ന് മുടിയുടെ ആരോഗ്യം ശരിക്കും പറഞ്ഞാൽ ഇതുവരെ സംസാരിക്കേണ്ട ആളുകളല്ല ഞാനും പുഷ്കർ സാറും ജനറൽ മാഷൊക്കെ. പക്ഷെ നമുക്ക് ആദ്യം ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എന്താണ് മുടി എന്ന്, എങ്ങനെയാണ് മുടി വളരുന്നത്, ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ടോപ്പിക്കിലേക്ക് പോവാം. ഈ തലമുടി, ശരീരത്തിലുള്ള മുടി എന്ന് പറയുന്നത് മെയ്ഡ് ഡെഡ് പ്രോട്ടീൻ, കെറാട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാല് ആ പ്രോട്ടീന് ആണ് മുടി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് രണ്ട് പാർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ രണ്ട് പാർട്ട് എന്ന് പറയുന്നത്, ഒന്ന് ഹെയർ ഷാഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ കാണുന്ന, ഇപ്പൊ മുടി എന്ന് പറയുന്ന ഈ തലയിൽ കാണുന്ന ആ ഒരു ഭാഗം, അതാണ് നമ്മൾ പുറത്ത് കാണുന്ന ഒരു മുടി എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ അതിന്റെ റൂട്ട് അല്ലെങ്കിൽ ഫോളിക്കിൾ എന്ന് പറയും. അത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ് ഈ പിക്ചർ കാണുന്ന പോലെ കാണുന്ന ഒരു ഭാഗം. അത് ഈ രണ്ട് പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെയർ എന്ന് പറയുന്ന, ഹെയർ എന്ന് വിളിക്കുന്നത്. ഈ ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് സ്കിന്നിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെയറിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ഇറ്റ്സ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹെയർ. ഈ ഹെയർ ഫോളിക്കിൾ ആണ് ഹെയറിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. എയർ ഫോളിക്കിൾ ആസ് എയർ ബൾബ് എന്ന് വെച്ചാൽ അതിൽ എയർ ബൾബ് എന്ന് പറയുന്നത് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് താഴെ കാണില്ല, ജസ്റ്റ് ഒരു റൗണ്ട് ടൈപ്പിൽ, അതാണ് എയർ ബൾബ് എന്ന് പറയുന്നത്. ഈ എയർ ബൾബ് പാപ്പില എന്നറിയപ്പെടുന്ന കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ പാപ്പില എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടിയിലേക്ക് ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പാപ്പില എന്ന് പറയുന്നത്. ഈ ഫോളിക്കിലേക്ക് നമ്മളെ ശ്വസിക്കുന്ന ഓക്സിജനെയും അതേപോലെ തന്നെ ബ്ലഡിനെയും ഒക്കെ എത്തിക്കുന്നത് എന്താണ്, ഈ പാപ്പിലാണ്. ഈ പാപ്പില ദർ ആർ ജെർമേറ്റീവ് സെൽസ്. ഈ പാപ്പിലയിൽ എന്തുണ്ട്, വേറെ കുറച്ച് സെല്ലുകൾ ഉണ്ട്. ആ സെല്ലുകളാണ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ സെൽസ് ആർ കണ്ടിന്യൂസ്ലി ഗെറ്റിംഗ് ജനറേറ്റഡ് ആൻഡ് ഫോംസ് ഹെയർ. ഈ ഓരോ പഴയ ഹെയർ നശിച്ച് പുതിയ ഹെയർ വരുന്നതിനെ ഫോം ചെയ്യാൻ സഹായിക്കുന്നത് ഇതാണ്, അതിന്റെ ബീജകോശങ്ങൾ. ഇതാണ് നിലവിലുള്ള അവസ്ഥ. എങ്ങനെ ഹെയർ ഗ്രോത്ത് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹെയർ ഡസ് നോട്ട് ഗ്രോ കണ്ടിന്യൂസ്ലി ലൈക്ക് ഫിംഗർ. നഖം വളരുന്നത് പോലെ എന്ത് ചെയ്യൂല, ഈ മുടി വളരില്ല. മുടി വളരുന്നതിന് ഒരു സൈക്കിൾ ഉണ്ട്, ഒരു ചക്രം. ഇറ്റ്സ് കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് ബൈ ന്യൂമറസ് ഹോർമോൺസ്. ഒരുപാട് ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ദ ഡെവലപ്മെന്റ് ഓഫ് ഹെയർ ഈ സൈക്ലിക് പ്രോസസ്, ഒരു സൈക്കിളാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലത്തെ ഒരു സൈക്കിളാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേജ് ആണെന്നുള്ളതാണ് അത്. ഇതിൽ ബയോളജി ഒക്കെ പഠിച്ചവർക്ക് ഇതിനെ എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഗ്രോത്ത് ഫേസ് ഉണ്ട്, അനാഗൻ എന്ന് പറയും. മോസ്റ്റ് ഹെയർ ഈസ് ഗ്രോയിങ് അറ്റ് ഇൻ ഗിവൺ ടൈം. ഈച്ച് ഹെയർ സ്പെൻഡ് സെവറൽ ഇയേഴ്സ് ഇൻ ദിസ് ഫേസ്. ഒരു മുടി വളർന്ന് പൂർണ്ണലെത്തുന്നതിന് വർഷങ്ങളെടുക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മുടിയുടെ ലൈഫ് കൂടുതലായിരിക്കും. ട്രാൻസിഷണൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഓവർ എ ഫ്യൂ വീക്സ് ഹെയർ ഗ്രോത്ത് സ്ലോസ് ആൻഡ് ദ ഹെയർ ഫോളിക്കിൾ സിങ്ക്. ഈ ഹെയർ ഫോളിക്കിൾ ചുരുങ്ങി എന്ത് ചെയ്യും, മുടിയുടെ ആരോഗ്യം നശിച്ച് മുടി നശിക്കും. അത് മുടി പൊഴിഞ്ഞു പോകാൻ നമ്മൾ പറയും. അപ്പൊ അതൊരു പ്രോസസ്സാണ്. റെസ്റ്റിംഗ് ഫേസ് ഓവർ മന്ത്സ് ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആൻഡ് ദ ഓൾഡ് ഹെയർ ഡിറ്റാച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോളിക്കിൽ നിന്ന് ആ മുടി എന്ത് ചെയ്യും, പഴയ മുടി എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പൊരിഞ്ഞു പോകും. ആ പൊരിഞ്ഞു പോകുന്ന പ്രോസസ്സിന് എന്ത് ചെയ്യും, തൊട്ട് അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞാല് പുതിയൊരു മുടി തിരിച്ചു വരുമ്പോഴാണ് ഈ പഴയ മുടി പൊഴിഞ്ഞു പോകുന്നത്. മുടി കൊഴിച്ചൽ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ എല്ലാം അസുഖമായിരിക്കില്ല. ഈ ഒരു പിക്ചർ കാണുന്നത് പോലെ ആ പഴയ ഹെയറിനെ പുറത്തേക്ക് തള്ളി എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ഹെയർ വളർന്നു വരിക. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ഒരു മുടി കൊഴിഞ്ഞു പോകുന്നതൊക്കെ ഒരുപാട് ആളുകൾ വെറുതെ ടെൻഷൻ അടിക്കും. മുടി കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികം.
പക്ഷെ അത് എന്താ പറയാ, തിരിച്ചു വരാത്ത തരത്തിലേക്ക് മുടി കൊഴിഞ്ഞു പോവുക, മുടി പൊട്ടിപ്പോവുക, മുടിക്ക് എന്ത് ചെയ്യുക, ലോങ് ആയിട്ട് മുടി വളരുന്ന തടിയുക, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും നമ്മുടെ ജീവിത രീതിയുടെയും പ്രശ്നങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോസസ്സിനൊക്കെ പ്രോപ്പർ ആക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം വെക്കാനും മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും മുടിയുടെ വളർച്ച കഴിഞ്ഞ് മുടിയുടെ ഒരു വർഷങ്ങളോളം എടുക്കുന്ന ഈ ഒരു പ്രോസസ്സിൽ ആ ഒരു മുടിയിലേക്ക് ഈ ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുമ്പോൾ ആരോഗ്യമുള്ള നല്ല തിക്നെസ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു മുടി നിലനിർത്താൻ പറ്റും. കഷണ്ടിയുള്ള ആളുകൾക്ക് മുടി വരും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സാധനമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളല്ല ഇത് ശരിക്കും പറയേണ്ട ആൾക്കാർ. അപ്പോൾ മുടി കൊഴിച്ചുകൊണ്ടിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട്, ലിവറിന് ഫംഗ്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ മുടി കൊഴിയും, അസിഡിറ്റി ഉണ്ടെങ്കിൽ മുടി കൊഴിയും, വേറെ എന്തെങ്കിലും മെഡിസിന്റെ സൈഡ് എഫക്ട് കൊണ്ട് മുടി കൊഴിയും. നമ്മൾ എടുക്കുന്ന ജോലി സിമെന്റും മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് മെല്ലെ മെല്ലെ സെല്ല് നശിച്ചിട്ട് മുടി കൊഴിയും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, മുടി തിരിച്ചു വരാൻ വരെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിത് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഒരു സ്ക്രീനിലൊന്ന് ഷെയർ ചെയ്യാം. ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ബയോ നാച്ചുറൽസ് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്, 100% ഓർഗാനിക് ആണ്, ഷുഗർ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, വെജിറ്റേറിയൻ ആണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അതിന്റെ സർട്ടിഫിക്കേഷൻ ആണ് താഴെ കാണുന്നത്. USDA ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇന്നലെ മിന്നൊക്കെ സംസാരിച്ചാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിൽ സർട്ടിഫൈ ചെയ്ത പ്ലാന്റ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്, ഈ മൂലകോശങ്ങൾ വേർതിരിച്ചെടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് അത്രയും എന്തുണ്ടാവും, ആ പറയുന്ന റിസൾട്ട് അത് തരും. നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പേര്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രൊഡക്റ്റിന്റെ പേര് ബ്യൂട്ടി വൈറ്റൽ എന്നാണ്. ബ്യൂട്ടി വൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം നിലനിർത്തുന്നത്, ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഹെയർ ഫാൾ. ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ കാറ്റലോഗിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഇത് മാത്രം ഒരു കസ്റ്റമർ പറഞ്ഞാൽ മതി, ഇതിന്റെ കണ്ടന്റ് ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം അത് ശാസ്ത്രീയമായി നിർമ്മിച്ച് ക്ലിനിക്കൽ ട്രയലുകളും ടെസ്റ്റൊക്കെ നടത്തി ഹ്യൂമൻ ബോഡിയിലൊക്കെ പരീക്ഷിച്ചൊക്കെ ഇറക്കിയ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് മുടി കൊഴിച്ചിലിനെ തടയും, ആൻഡ് ഡള്ളായ ഡ്രൈ ആവുന്ന ഡാമേജ് ആയ മുടിയുടെ റിപ്പയറിങ്ങിനെ സഹായിക്കും. മുടി പൊട്ടിപ്പോകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് തരുന്നൊരു ഗുണം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു ടെക്നോളജിന്റെ പേര് സിനർജിസ്റ്റിക് ഫൈറ്റോ കോസാലിറ്റി ടാർഗറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഞാനിത് പറയാൻ പോകുന്ന കുറച്ച് കണ്ടന്റുകൾ ഉണ്ട് ഇതിന്റെ. ആ കണ്ടന്റുകൾ ആ ഒരു പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആവശ്യമുള്ള സ്റ്റെം സെല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് അത്രയും എന്ത് വരുന്നത്, നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി സംസാരിച്ചു. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഇത് ടാബ്ലറ്റ് രൂപത്തിലാണ് ഈ പ്രൊഡക്റ്റ്. 60 ടാബ്ലറ്റ് ആണ് ബോട്ടിൽ ഉണ്ടാവുക. ഒരു ടാബ്ലറ്റ് 2 നേരം 30 മിനിറ്റ് ആഫ്റ്റർ മീൽ, ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുക, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ച അരമണിക്കൂറിന് ശേഷം രാവിലെ ഒരു ടാബ്ലറ്റ്, രാത്രി ഒരു ടാബ്ലറ്റ്, അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഗർഭിണികളും അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിച്ചാൽ മതി, ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് കഴിച്ചാൽ മതി. ഇതിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ജിൻസങ്, ജയന്തി, ക്യാരറ്റ്. ഇത് ജിൻസങ് ഇന്നലെ നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി സംസാരിച്ച ഒരു കണ്ടന്റ് ആണ്. ആ ജിൻസങ് അന്ന് നമ്മുടെ ഡയബറ്റിക് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചു, വേദനക്കുള്ള പ്രൊഡക്റ്റ്, ജോയിന്റ് വേദനക്കുള്ള പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചു. ഇതിൽ ഉപയോഗിക്കുന്നത് ജിൻസങ്ങിനുള്ള പ്രത്യേകത, ജിൻസങ് എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ജിൻസങ്, ചൈനീസ് ജിൻസങ്, കൊറിയൻ ജിൻസങ്, ഇന്ത്യൻ ജിൻസങ് ഒക്കെ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് കൊറിയൻ ജിൻസങ് ആണ്. ജിൻസങ് offers several benefits for hair health, including promoting growth, reducing breakage of and hair loss, and soothing scalp irritation. തലയിൽ ഉണ്ടാകുന്ന ചൊറി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ മാറ്റിയെടുക്കാനും മുടി പൊട്ടിപ്പോകുന്നതിനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും മുടിയുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന കണ്ടന്റുകൾ ജിൻസങ്ങിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. It is rich of vitamins, minerals and antioxidants that nourish
hair follicles and strengthen hair strands, potentially leading to longer, healthier hair എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ കണ്ട ഒരു പാർട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജിൻസങ് ആണ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ഈ ഹെയർ ഫോളിക്കിൾസിനെ എന്ത് ചെയ്യും, നോറിഷ് ചെയ്യുന്നത്. ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ ആ മുടിയുടെ കോശങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയി നിൽക്കാൻ വേണ്ടി, അതിന് ഡാമേജ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടന്റ് സഹായിക്കും. രണ്ടാമത്തത് ജയന്തി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് അഗത്തി എന്ന് പറയും, അല്ലെങ്കിൽ അഗസ്ത്യ എന്നൊക്കെ പറയും. അതിന്റെ ശാസ്ത്രീയ നാമം സെസ്ബാനിയ ഗ്രാൻഡി ഫ്ലോറ എന്നാണ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് വിശ്വസിക്കപ്പെടുന്നത് സെവറൽ ബെനിഫിറ്റ് ഫോർ ഹെയർ ഹെൽത്ത് ഇൻക്ലൂഡിങ് പ്രൊമോട്ടിംഗ് ഗ്രോത്ത്, റെഡ്യൂസിങ് ഹെയർ ഫാൾ, മുടി കൊഴിച്ചിലെ തടയാനും മുടി സ്ട്രോങ് ആയി നിൽക്കാനും സഹായിക്കുന്ന കണ്ടന്റുകളാണുള്ളത്. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബയോട്ടിൻ എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയത് കൊണ്ട് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതാണ് രണ്ടാമത്തെ കണ്ടന്റ്. മൂന്നാമത്തെ കണ്ടന്റ് ക്യാരറ്റിന്റെ അകത്തുനിന്ന്, ക്യാരറ്റിന്റെ സീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന കണ്ടന്റ് ആണ്. അത് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് മുടിയുടെ ആരോഗ്യത്തിനും അതിന്റെ സെല്ലിന്റെ ഗ്രോത്തിനൊക്കെ സഹായിക്കും. ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരുപാട് പറഞ്ഞു പോകാനൊന്നുമില്ല. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ച് തടയാൻ പറ്റും, മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും, മുടി പൊട്ടിപ്പോകുന്നതിനെ തടയാൻ പറ്റും, മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൽക്കാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 10 കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. മിനിമം ഒരു 3-4 മാസം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ മതി. ആ 4 മാസം ആകുമ്പോഴത്തേക്ക് അവരെ ബോഡിയിൽ എന്ത് ചെയ്യും, മുടിയുടെ അഴക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല ഒരു എൻട്രി കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു സാർ. അതിന്റെ പരീക്ഷണത്തിലാണ് പൊതുവെ നിലവിൽ ലോകം മൊത്തം. ഈ വിഷയമായതുകൊണ്ട് ഈ ചന്ദ്രഭാഷ ഒന്നും പെട്ടാത്തതല്ലേ? ഇത് നമ്മളുടെ ടോപ്പിക്കല്ല, നിങ്ങൾക്കുള്ളതായത്. പക്ഷെ ഇത് ഈ നമ്മളിപ്പോ ഇറങ്ങി 10 പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ മിറാക്കിളായിട്ട് റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റുകളാണ്. കാരണം അത് ഓൾറെഡി 19 വർഷത്തെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയ പ്രൊഡക്റ്റ്. ആ കമ്പനിയുടെ പ്രൊഫൈലൊക്കെ എനിക്ക് തോന്നുന്ന കുറെ ആളുകൾ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള സയന്റിസ്റ്റ് വിങ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുണ്ട്, UAE-ക്കാരുണ്ട്, ജർമ്മൻകാരുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകളുടെ ഒരു കൺസോർഷ്യം ശരിക്കും. ഈ ഒരു എന്നുവെച്ചാൽ ഒരു നമ്മൾ നിലവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ അസുഖങ്ങളുടെ, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ഡിസോർഡറുകളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒരു ദോഷകരമായ ഒന്നുമില്ലാത്ത ഒരു ഔഷധങ്ങൾ ലോകത്തിന് സപ്ലൈ എന്നുള്ളതാണ് ആ കമ്പനിയുടെ ലക്ഷ്യം. അതൊരു വലിയൊരു പ്രോസസ്സാണ്, ഒരു തപസ്സാണ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. എന്താ മാഷ് എന്തോ പറയാൻ പറ്റുന്നുണ്ട്, പറഞ്ഞോ. അല്ല, ഇവിടെ ഈ IBL അക്കാദമി എന്ന് പറയുമ്പോ അതൊരു എന്താണ് സ്റ്റഡി ക്ലാസ് കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഏകദേശം നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം. കാരണം 2-ൽ നിന്നാണല്ലോ 1 ഉണ്ടാകുന്നത്. കാരണം ഇത് ഈ ഒരു തിയറി, ഈ ഒരു സയൻസ് നമുക്ക് യുക്തി കൊണ്ട് അളക്കുന്നതിനപ്പുറത്താണെന്നതാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ് ആയാലും. ഇപ്പൊ ബഷീറിനോട് ഒന്നും കൂട്ടിയാൽ ഉമ്മണി വലിയൊന്നാണെന്ന് ബഷീർ ഉത്തരം പറയുന്ന സമയത്ത് അത് യുക്തി കൊണ്ട് അളക്കുന്ന മാഷക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല എന്നതാണ്. നമ്മൾ പറയുന്നത് പ്രകൃതി സത്യമാണ്. പ്രകൃതി സത്യം പറയുന്ന സമയത്ത് അതിനെ യുക്തി കൊണ്ട് അളക്കുന്ന ആളുകളാണ് സമൂഹത്തിലുള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ അറിവുകൾ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ മുടി എങ്ങനെ വളരുന്നു നമ്മുടെ ശരീരത്തിൽ, അതിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്, അതിന്റെ പോഷകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും അതൊരു വലിയ ബെനിഫിറ്റ് ആയിരിക്കട്ടെ. ഇന്ന് എല്ലാവരും വളരെ നല്ലൊരു സുഖമായിട്ടാണ് എന്ത് ചെയ്ത് എനിക്ക് അനുഭവപ്പെടുന്നതാണ്. ഇപ്പൊ ശോഭാ മേഡായാലും ബാബു സാറായാലും അതുപോലെ തന്നെ എന്താണ് ഓരോരുത്തരും സംസാരിച്ച അതുപോലെ തന്നെ മിനീഷിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്ന ഇത് ഓരോന്നിന്റെ അടിവേര് വരെ തോണ്ടി കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇത് ചില്ലറ പണിയല്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകളെ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 7:58 നിലവിൽ ഓൾറെഡി സമയം. ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമരക്കാരൻ കോഴിക്കോടിന്റെ മുത്ത് നമ്മുടെ ഷായ് സാറിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം. ഓക്കെ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നല്ലൊരു സുദിനം നേരുന്നു. ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം ശരിക്ക് ഹാർട്ടിൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം രാവിലെ ശോഭ മേഡം ഒരുപാട് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്, പല ആളുകളും ചെയ്യാത്തത്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ 1 കിൻഡലും 2 കിലോ ഉണ്ട്. മിനിമം 5 ലിറ്റർ വെള്ളം ഞാൻ കഴിക്കണം, അല്ലേ? കണക്കനുസരിച്ച് 5 ലിറ്റർ കഴിക്കണം. ഞാനത് ശോഭ മേഡം പറയുന്ന സമയത്ത്, ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ അടുത്ത് അധികം ഉണ്ടാവുക ഈ ഒരു 2 ലിറ്ററിന്റെ, ഞാൻ എന്റെ കഥ പറയണം, 2 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ, അത് അധിക സമയം എന്റെ അടുത്ത് ഉണ്ടാവും. ഈ 2 ലിറ്ററിലെ ബോട്ടില് വെള്ളം ഞാൻ ഇതിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസം ഇത് ഇന്നലത്തെ വെള്ളം അതിലുള്ളത്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇത് ഇന്നലത്തെ വെള്ളം അതിലുള്ളത്. അപ്പൊ ഞാൻ എത്ര കുടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോ ചിന്തിച്ചു പോയ ഒരു വിഷയം. പല ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. ശരിക്കും നമ്മളെല്ലാരോടും വെള്ളം കുടിക്കുന്നതിനെ പറ്റിയിട്ടും വെള്ളം കുടിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയെ പറ്റിയിട്ടൊക്കെ വളരെയധികം സംസാരിക്കലുണ്ട്. വെള്ളം കുടിക്കണം എന്ന് പറയും, പക്ഷെ നമ്മളിലേക്കൊന്ന്, അല്ലെ, ശോഭാവടം പറഞ്ഞതുപോലെ നമ്മളിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, എന്റെ അവസ്ഥയാ പറയുന്നത്, ഞാൻ പല ആളുകളും ചിലപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, തിരക്കിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചിലപ്പോ ഇത് കയ്യിലില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ബാബുസാറൊക്കെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിഞ്ഞിട്ട് അരമണിക്കൂറോ ശേഷം, അല്ലെ, അതേപോലെ തന്നെ അരമണിക്കൂർ മുന്നേ ഇങ്ങനെ കഴിക്കാനാ പറയുന്നത്. ഞാൻ കുറച്ച് ദിവസം അത് അങ്ങനെ നോക്കിയ സമയത്ത് വെള്ളം കുടിക്കുന്നത് മറന്നു, ഭക്ഷണം കഴിക്കും വെള്ളം കുടിക്കുന്നത് മറന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം എന്നെ സംബന്ധിച്ചിട്ട്, എനിക്ക് വയർപ്പിന്റെ ഭയങ്കര വേർപ്പുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കരമായിട്ട് വേർത്തുവിടും ഞാൻ. വേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങിക്കളും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വേർപ്പ് ഞാൻ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പം എനിക്ക് തോന്നുന്നു 5 ലിറ്റർ ഒന്നും കഴിച്ചാൽ പോരാ, അതാണ്. അപ്പൊ ഇന്ന് വളരെ ഭംഗിയായിട്ടാണ് എന്ത് ചെയ്തുള്ളത്, ശരിക്കും ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഉറങ്ങുന്ന കാര്യമാണെങ്കിൽ ഈ ബയോട്ടറും കയ്യിൽ എടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങില് 12-1 മണിയാവും. ഇപ്പോഴും ചില സമയത്തൊക്കെ 12 മണി ആവുന്നുണ്ട്. 12 മണിന്റെ സമയമില്ല. ആദ്യമൊക്കെ 12 മണി വരെ ഞാനും മനോജ് സാറും ഉറങ്ങാണ്ടിരിക്കും. എന്താ വെച്ചാൽ ടീമിലുള്ള ആളുകൾ ബിസിനസ് വെക്കുന്നതിന് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ആവശ്യമുണ്ടാവും, പല കാര്യങ്ങളും ചോദിക്കാറുണ്ടാവും, ചിലപ്പോൾ പിന്നെ കിട്ടാത്തുണ്ടാവും. ഇന്ന് ആ ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്നാലും രാത്രിയിലേക്കാണ് അധികം ആളുകളും കൊണ്ടുപോയി വെക്കുന്നത്. എന്താ വെച്ചാല് വർക്കൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാനുള്ള ഒരു സമയം 5 മണിക്ക് ശേഷം സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യാനുള്ള സമയം ഏകദേശം ഒരു 10-11 മണി വരെയാണ്. അപ്പൊ അതുകൊണ്ടാണ്, അപ്പോഴൊക്കെയാണ് ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മളെ ഫോണിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് പ്രയാസമാകല്ലോ എന്നുള്ള രീതിയിൽ അന്ന് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ശീലം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് കാരണം വീട്ടിലുള്ള ആളുകളും ഏകദേശം 11-12 മണിയാണ് ഇത് കിടന്നുറങ്ങുന്നത്. അപ്പൊ ഉറക്കിന്റെ സമയം ഈ ശോഭാമേടം ഇന്ന് സംസാരിച്ചത് ഞാൻ തന്നെ നോക്കിയ സമയത്ത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും 1-2 പ്രാവശ്യം കൂടെ ശോഭാമേടം ഇങ്ങനെ സംസാരിക്കുകയാണത് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കറക്റ്റ് മുമ്പ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു പ്രശ്നം കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പുറത്തേക്ക് പോയതിന്റെ ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ഭക്ഷണമാണ്. അത് വല്ലാത്തൊരു സംഭവമാണ്, ചെയ്യാതിരിക്കാണ്ട് പറ്റില്ല. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണം. പിന്നെ ഫുഡിന്റെ രീതിയൊക്കെ മാറിപ്പോയി. രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറയും, പക്ഷെ ആ 8 മണിക്കൊന്നും കഴിക്കാൻ കഴിയൂല. ചിലപ്പോൾ അത് നീണ്ടുപോകും, ഉച്ചക്കുള്ളതും നീണ്ടുപോകും, കറക്റ്റ് ടൈമിംഗ് ഇല്ല. അതൊക്കെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. കറക്റ്റ് കഴിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്
പറ്റാതെയായി പോവുകയാണ്. എന്താ വെച്ചാൽ കുറെ ചിന്തകളും കുറെ ടെൻഷനുകളും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. എന്നെ സംബന്ധിച്ചിട്ട് വീടിന്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനൊരു ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അവിടെ മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അത് മുട്ടിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഓടി നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ട് ഞാൻ ഫുള്ള് ഇരുന്നിട്ട് നിങ്ങൾ ഓരോരോ ആളുകളെ തന്നെയാ പറയുന്നത്. നമ്മളിലേക്ക് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് തെറ്റിക്കിടക്കുകയാണ്. എന്നെ സംബന്ധിച്ച് തെറ്റിക്കിടക്കുകയാണ്. വൈഫും വന്നിട്ട് പറഞ്ഞു ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. വൈഫിനും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവളും കേട്ട സമയത്ത്. അപ്പോ എന്തായാലും അത് ചെയ്യാനുള്ള ഒരു ശ്രമം എല്ലാ ആളുകളും നടത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് മിനി സാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കൊന്നും നമ്മുടെ ഇതിൽ നോക്കുന്ന 4-5 ആൾക്കാരുടെ എന്താണുള്ളത്, തലയാ കാണുന്നത്. അതിലൊന്നും ഒരു മുടി പോലും ഇല്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. പക്ഷെ നല്ല ഒരു ഇതിനെ പറ്റി എന്തായാലും അത് വാങ്ങിയിട്ടൊന്ന് കഴിച്ചു നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇനി ഏതായാലും ഇങ്ങനെ പോട്ടെ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കൂടുതൽ ആളുകൾക്ക് ഇത് കൊടുക്കാനൊക്കെ പറ്റും. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. മുടി നീട്ടിക്കൊണ്ടുവന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് പ്രശ്നമില്ല, കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ കൊയ്യാനില്ല. പക്ഷെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുടി പൊട്ടുന്ന അവസ്ഥ ഉള്ളത്. എന്തായാലും വാങ്ങി കഴിക്കേണ്ടതായില്ല. നമുക്ക് അറിയില്ല മുടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. ഇന്ന് മിനി സാർ തന്നിട്ടുള്ള ക്ലാസ്സുകൾ ശരിക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു എന്താ വെച്ചാൽ മുടിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സ്ക്രീൻ വരെ ഇട്ടിട്ടാണ് നമുക്കിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ആള് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെ ഈ മാഗ്നറ്റിന്റെ മാട്രസ് ഉപയോഗിക്കുന്നതോടൊപ്പം ഈ ഒരു പ്രോഡക്റ്റും കൂടെ മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പറയാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പോയിട്ട് ഒരാളെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതും കൂടെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുടി കൊഴിയും, അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിച്ചോടെ എന്ന് ചോദിക്കും. ഇതിന് മുന്നേ ഞാൻ വയറ് കുറയുന്ന പറഞ്ഞ സമയത്ത് എന്റെ വയറമ്പിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ട് അയാള്. അപ്പൊ അതേപോലെ ഞാൻ മുടി കൊഴിച്ചില് തടയുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ മാട്രസ് കിടക്കുക ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ് മുടി കൊഴിച്ചിൽ തടയും എന്ന് പറയുമ്പോൾ നമ്മളെ അവർ എന്ത് ചെയ്യും, വല്ലാത്തൊരു രീതിയിലാണ് നോക്കുക. അതൊരു ഒരു ശരിയാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും കൂടുതൽ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്റ്റുകളാണ്. പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും നല്ല സൂപ്പർ പ്രോഡക്റ്റുകളാണ് നമ്മളെ കമ്പനിയിലേക്ക് വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ ഒരു നല്ലൊരു ടീമിലേക്ക് കൂടുതൽ 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 സെയിൽ നടത്തുക. ഇന്നലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബിസിനസ്സിലൂടെ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി ആളുകൾ ഈ ബിസിനസിന്റെ അകത്തൂടെ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാന് 2 ദിവസം മുന്നേ ഞങ്ങളൊരു കോർ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായാലും ചന്ദ്രമാഷ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഇപ്പൊ ഇവിടെ നിന്നൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഇതിന്റെ അകത്ത് മാക്സിമം ഒരു 20, 25, 30ന്റെ അടുത്തുള്ള ആളുകളാണ് സ്ഥിരം വരുന്നത്. അവര് സ്ഥിരം ഈ പ്രോഗ്രാമിൽ എവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ബിസിനസ് ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇന്നിപ്പോ ഫാമിലി ബോണസ് കിട്ടിയിട്ടുള്ള ആളുകളെ ഓടൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരാളെങ്ങാനാണ് പറഞ്ഞത്, ബാബു സാർ കേട്ടോ, ഒരാളെത്താണ് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ പുറത്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഒരാൾ പോലും ഇന്ന് രാവിലെ ഈ ഇതിൽ എന്താ പറയാ നമ്മുടെ ഈ സൂമിൽ പങ്കെടുത്തിട്ടില്ല. ഒന്ന് ജസ്റ്റ് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിൽ എനിക്ക് ഫാമിലി ബോണസ് കിട്ടിയാൽ ഞാൻ അത് പറയുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ രാവിലത്തെ ഈ 6 AM ക്ലബില് അങ്ങനെയുള്ള ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല. ഇതിന്റെ അകത്ത് പ്രോഗ്രാമിൽ ഇങ്ങനെ വരിക, കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാണോ 6 AM ക്ലബ്ബ് പോകുന്നത് എന്നുള്ള ഒരു സംശയം മാത്രമാണ് ഞാൻ ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും കൂടി കൂടുക. എന്താ വെച്ചാൽ ചിന്തിച്ചു പോയ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ കിട്ടിയിട്ടുള്ള എന്താണ് ശോഭാ മാഡത്തിന്റെ ക്ലാസ്സും അതേപോലെ തന്നെ മിനി സാറിന്റെ ഇന്ന് നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഒരു ക്ലാസ് എല്ലാ ദിവസവും രാവിലെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇത് സീരിയസ് ആയിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഇതിനകത്ത് ഫാമിലി ബോണസ് അച്ചീവ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്രൂപ്പിൽ. മുഴുവൻ ആളെയല്ല പറയുന്നത് കേട്ടോ, എന്താ വെച്ചാല് ഈ ഗ്രൂപ്പിലുണ്ട് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ. എല്ലാവരും സീരിയസ് ആയി ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും കൂടെ കൂടുതൽ സെയിൽ എടുക്കുന്ന ആളുകൾ
നമ്മുടെ 6 AM ക്ലബിൽ കയറുന്നില്ല. ഇതിന്റെ ടൈമിങ്ങിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണോ എന്നുള്ളത് അത് ഞങ്ങൾ ഒരു കോർ കമ്മിറ്റി കൂടിയിട്ട് ആലോചിക്കും. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. എന്തെങ്കിലും രീതിയിൽ എന്താ വെച്ചാൽ കൂടുതൽ ആൾ ഈ 28 ആള് തന്നെ എനിക്ക് തോന്നുന്നു 3 മാസമായി അല്ലേ ബാബു സാറേ? 25-28 ആളുകൾ ഈ 3 മാസമായി. അതിലൊരു സ്റ്റെപ്പ് മുന്നോട്ടും ഇല്ല വയ്യോട്ടും ഇല്ലാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. അത് ഞാൻ ലീഡേഴ്സായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. എനിക്ക് അങ്ങനെ തോന്നുന്നു എന്തെങ്കിലും ചെയ്യണം. എന്താ വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഈ രാവിലെ തന്നെ ആയതുകൊണ്ട് കയറാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളാണ്. ഞാൻ എന്തായാലും കയറും എന്നുള്ള തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഇനി ഏത് സമയമാണ് 5 മണിക്ക് വെച്ചാലും കയറും. പക്ഷെ ചില ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുക. അത് പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അത്രയും നല്ല നേരത്തെ ബാബു സാറ് പറഞ്ഞ പോലെ മിനി സാർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ പ്രോഡക്റ്റിനെയും എന്താ പറയാ അങ്ങേതല അടിത്തട്ടിൽ പോയിട്ട് അതിന്റെ ഓരോ കണ്ടന്റിനെ പറ്റി പഠിച്ചിട്ട് അത് നമുക്ക് തരുന്നുണ്ട്. അത് തരുന്ന സമയത്ത് അത് നമ്മൾ കേൾക്കുന്ന ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകുന്നു. പക്ഷെ അത് ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്കും കൂടെ അത് ഒരുപാട് ഗുണം ചെയ്യും. ഇത് IPL മാത്രം ഒരു അഹങ്കാരമാണ് ഇത്രയും നല്ല ക്ലാസ്സുകൾ. ആ ക്ലാസ് IPL നല്ലോണം ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും കൂടെ അത് കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോ ഇന്ന് സംസാരിച്ചത്. തെറ്റായിട്ടൊന്നും ആരും എടുക്കരുത്. എനിക്ക് അങ്ങനെ തോന്നി, അത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പം കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. എന്തായാലും ഇന്ന് പ്രോഗ്രാമിൽ എന്താ പറയാ ശോഭാ മേഡത്തിന് പ്രത്യേകം IPL-ന്റെ ഭാഗത്തുനിന്നും എന്റെ ഭാഗത്തുനിന്നും ഒരു പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ശരിക്ക് മനസ്സിലേക്ക് കണലുകളാണ് കോരിയിട്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോ അത് 1-2 പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് അത് ശോഭാ മേഡത്തിന്റെ ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനിയും 1-2 പ്രാവശ്യം വരുന്ന സമയത്ത് ഇതിലുള്ള ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഗ്രേറ്റ് ലീഡർ മിനീഷ് സാറ് ഇന്ന് നമ്മുടെ കമ്പനിയിലുള്ള ഏകദേശം 10ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ ഫുഡ് സപ്ലിമെന്റിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. വളരെ എന്താ പറയാ അഭിനന്ദനം അർഹിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ക്ലാസ് നമുക്ക് തരുന്നത്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പം എന്തായാലും നാളെ കമ്പനിയുടെ അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മിനീഷ് സാർ ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ തന്നെ ഉള്ള ആളുകൾക്ക് അത് അറിയാൻ പറ്റുമല്ലോ. കമ്പനീന്റെ കുറച്ച് പ്രോഡക്റ്റുകൾ മറ്റേ കുറച്ച് പാക്കേജുകളൊക്കെ വന്നിട്ടുണ്ട്, ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ ചർച്ച ചെയ്തു പോകാം നാളെ. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാം. അപ്പോ ഇന്നത്തെ പ്രോഗ്രാം വന്നിട്ടുള്ള എല്ലാവർക്കും ടോട്ടൽ ടീമിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം താൽക്കാലികമായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.